ഗുഡ് മോർണിംഗ് ഗൈസ്. സോ ഞങ്ങളെ പനിയൊക്കെ മാറിയിട്ടില്ല ഫുള്ളായിട്ട്, എന്നാലും കുറഞ്ഞ് അല്ലേ ഇതു? യെസ്, മാറി വരുന്നു. ഇതിന്റെ But feeling better. ബെഡൊക്കെ എടുത്ത് നോക്ക്. ഇനി എനിക്ക് എൻ്റെ പഴയ സ്ഥലത്തേക്ക് ഞാൻ പോകുന്നതാണ്. ഇന്നലെ അതുകൊണ്ട് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി, അവിടുന്ന് നെയ്ച്ചോറും ബീഫൊക്കെ വൈകിട്ട് ഡിന്നറിന് കഴിച്ച്. പിന്നെ എന്നിട്ടാ ഏതാ മൂവി വേണ്ടേ? സംഭവം അങ്ങനെ എന്തൊരു മൂവി, ഒരു അലമ്പ് മൂവി. വെറുതെ സമയം പോയി. പിന്നെ നമ്മള് വന്ന് കിടന്ന തുടങ്ങിയ 3 മണിയൊക്കെ ഉണ്ടാവും അല്ലേ? 3 മണിയൊക്കെ. ഇപ്പോ സമയം 12 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഇപ്പോഴാണ് ഇരിക്കണേ. അതിനൊക്കെ ഒരു രാവിലെ എണീറ്റിട്ട് ഫീഡൊക്കെ ചെയ്യിച്ചിട്ട് പിന്നെയും കിടന്നതാണ്. സോ വെൽക്കം ടു എ ന്യൂ ഡേ. എന്താ പരിപാടി ചെയ്തു? നമുക്കിന്ന് ലൂട്ടൻ പോണം. ലൂട്ടൻ പോവും. പോവേണ്ടതാണ്. വാവ്, ക്ലൈമറ്റ് എങ്ങനെയുണ്ട്? ക്ലൗഡി. അത് ഷോക്കായി പോയി. അത് തിന്നെഴുതിട്ടാ മതി. കൈ പിടിച്ചോ. എൻ്റെ ഈ പടൻ്റെ ഇടയിലുണ്ടൊന്ന് ചാർജ് ചെയ്യാൻ തന്നെ. നമുക്ക് അധികം അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കിച്ചണിലേക്ക് പോവാം. യെസ്, ആദിക്കും വിശക്കുന്നുണ്ട്, അതിൻ്റെ മമ്മിക്കും വിശക്കുന്നുണ്ട്, അതിൻ്റെ ഡാഡിക്കും വിശക്കുന്നുണ്ട്. സോ ഞാൻ നല്ല ബനാന വാങ്ങിച്ചിരുന്നു. ബനാനയും എഗ്ഗും ഒന്ന് ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് ടീഷർട്ടും ഇതും നമുക്ക് ഇവൻ ജനിച്ചിട്ട് ഏകദേശം ഫസ്റ്റ് കിട്ടിയൊരു ഗിഫ്റ്റ് ആണെന്നുണ്ട്. ആ ടൈമില് ഫസ്റ്റ് അല്ല, ഒരു 2 weeks ഒക്കെ ആയപ്പോ നമ്മുടെ ഫ്രണ്ട്സ്, നമ്മളുടെ ഫുട്ബോൾ കളി പ്രാന്തന്മാരുണ്ട്, അവര് കൊണ്ട് നമുക്ക് തന്നാണ്. ഇപ്പോഴാണത് ശരിക്കും കറക്റ്റ് സൈസായി വന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കല്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞല്ല അവൻ്റെ? ഇല്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടില്ല. നമ്മളെ 4 മണി വരെക്കും അത് കൊടുത്തിട്ടുണ്ടായുള്ളൂ. എന്നിട്ട് കൊടുക്കാൻ പോണ കാലത്ത് ഞാൻ ബനാന കൊടുക്കാന്നില്ല. മിണ്ടാണ്ടിരിക്കണെന്ന്. കാലത്ത് ഒരു 8 മണിക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഒടുക്കത്തെ ഒച്ചപ്പാടായിരുന്നു. ഇപ്പൊ സൈലന്റ് ആയിട്ട് ഇരിപ്പുണ്ട്. പാത്രം ആക്ച്വലി ഞാൻ ഇതുവരെ ഗീ പാലിന്റെ വേറെ ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ല. ഞാൻ ഈ ബനാന കൊടുക്കുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഈ ബ്ലാക്ക് സാധനം കംപ്ലീറ്റ്ലി കളഞ്ഞിട്ട് ഈ ഫ്ലഷ്, യെല്ലോ ഫ്ലഷ് മാത്രം കൊടുക്കുള്ളൂ. അത് ജസ്റ്റ് ഒന്ന് നമ്മളുടെ കൈ വെള്ളം തൊട്ട് ഒന്ന് ഇതാക്കിയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം കുറച്ചും കൂടി സോഫ്റ്റ് ആവും. ഇറ്റ്സ് ലവ്ലി ബനാന. കം ഓൺ, കാണിക്കണോ കേട്ടോ. കുറച്ചും കൂടി ഇതാക്കി കൊടുക്കടി. എടാ ഇത് കണ്ടോ, ഇത്രയും ഞാൻ മാഷ് ചെയ്തിട്ടാ കൊടുക്കണത്. അടി അടി. ഒരാൾക്ക് കഴിക്കാണ്ട് കാണിക്കണ നോക്കി. ഇപ്പൊ എന്തിലൊക്കെ കാണിക്കലുണ്ട്. ഇപ്പൊ അച്ചാച്ചേ 2 പേരുണ്ട് അവിടെ. സോ ഇത് കൊടുത്തിട്ട് തുപ്പി കളയാണ്. റാഗ് വെച്ച് കൊടുത്തോക്കാം. നമ്മൾ വിവിധ എന്താ പറയാ മെത്തേഡ്സ് ട്രൈ ചെയ്യണം. എങ്ങനെയായാലും നിന്നെ കൊണ്ട് കഴിപ്പിക്കും. സോ ഓൾമോസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അത്ര പെരുത്തൊന്നും കഴിച്ചില്ല, ബട്ട് സ്റ്റിൽ എന്തോ കഴിച്ചു. അവന് മതിയെങ്കിൽ അവൻ കാണിക്കും. സോ നമ്മൾ ബെറ്റർ, ഞാൻ പിന്നെ അങ്ങ് ഫോഴ്സ് ചെയ്ത് കുത്തിക്കയറ്റി കഴിപ്പിക്കാറൊന്നുമില്ല. വാ. ആൻഡ് വൺസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് എടുത്തോളണം. പിന്നെ ഓക്കെ, വാ. ഇതെന്താ നോക്കി, ഇവൻ്റെ ഒരു പണി തന്നെ ഭയങ്കര കളത്തരുണ്ട്. ലൈക്ക് അവൻ ബാക്കി വായിൽ ഇങ്ങനെ വെച്ചിട്ട് വാ അടക്കാതെ ഇങ്ങനെ പിടിക്കും, എന്നിട്ട് പയ്യെ അതങ്ങ് തുപ്പും. കണ്ടോ, കുറച്ച് വായിലിരിപ്പുണ്ടായി, ഇതിൻ്റെ മേത്തൊക്കെ ആക്കി. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. സ്റ്റിൽ നമ്മളൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. നമ്മളെന്തെങ്കിലും തിന്നട്ടെ. കാരണം ഇപ്പോഴും എനിക്ക് എന്തെങ്കിലും, ഞാൻ വീക്കെല്ലാം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നതാണ്. ലൈക്ക് പുട്ട്, കടല, അങ്ങനെ എന്തെങ്കിലും. എനിക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വേണം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഒരു സാധനം കഴിക്കാൻ പറ്റുന്നത്. ബിക്കോസ് സോർ ത്രോട്ട് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം ചൂടുവെള്ളമൊക്കെ
കുടിച്ചിട്ടാണ് പിടിച്ചിരിക്കുന്നത്. മേ ബി വെതർ ചേഞ്ചിൻ്റെ ആയിരിക്കും, മേ ബി. ലഞ്ചിന് ഞാൻ ഒരു ആപ്പിള് നന്നായിട്ട് വേവിച്ച് അതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഞാൻ അതിലൊരു ഡേറ്റ്സ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് 1, ഒരു മധുരത്തിന് വേണ്ടിയിട്ട്. കാരണം അല്ലാതെ മാത്രം കൊടുത്താൽ പുളിയാണ്. കാരണം അവനത് ആപ്പിൾ ഒട്ടും ഇഷ്ടമല്ല. നിനക്ക് ആപ്പിൾ ഒട്ടും ഇഷ്ടമല്ല, അതെനിക്കറിയാം, അതെനിക്ക് നന്നായിട്ടറിയാം. കള്ളൻ. ഗുഡ് ബോയ്. ഏകദേശം കഴിക്കണ്ടപ്പോ അത് ഇങ്ങനെ എന്തൊക്കെ കഥയാണ് ഇപ്പൊ പറഞ്ഞു കൊടുത്തത്. കഥ വേണം, കഥയും പറഞ്ഞു കൊടുത്തിട്ടാണ് ഇപ്പൊ കഴിച്ചത്. എന്നിട്ട് ആനേനെ ഉണ്ടല്ലോ മോനെ കൊല്ലാൻ നോക്കി. ആനക്കഥയാണ് ഗീത്തുന്റെ മെയിൻ. ഇപ്പൊ ഏതാനാണ് ഗീത്ത് പറഞ്ഞേ? രാമചന്ദ്രൻ തെച്ചിക്കോട് രാവ. ഞാൻ അത് മാത്രമേ പറഞ്ഞു കൊടുത്തുള്ളൂ. ഐ എം എ ബിഗ് ഫാൻ ഓഫ് ദാറ്റ് എലിഫന്റ്. സോ ഞാൻ എൻ്റെ സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ആനേനെ പണ്ട് കൊല്ലാൻ നോക്കി. നൗ ഹീ 7 months. സോ ഞാൻ വിചാരിക്കുന്നത് ബെറീസ് യോഗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്താലോ എന്നാണ്. പക്ഷെ എനിക്ക് യോഗട്ട് നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ഐ ഡോണ്ട് നോ ഹൗ ടു മേക്ക് ഇറ്റ്. അപ്പോൾ നമുക്കിന്ന് സമയം എത്രയായി? 4:30 ആയിട്ടുണ്ട്. നമുക്കിന്നൊരു പ്രൊമോഷൻ വീഡിയോ ചെയ്യാനായിട്ട് പോകേണ്ടതുണ്ട്. ലൂട്ടനിൽ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ. കുറേ നാളായല്ലേ ഒരു വീഡിയോ ചെയ്തിട്ടങ്ങനെ. ലാസ്റ്റ് നമ്മൾ തീന്മേശ്വരന് ചെയ്ത്. അപ്പോൾ നല്ല ഫുഡും കഴിക്കാം. പുതിയ റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് നമുക്ക് പോകണം. നല്ല അടിയാണ്. കൈ വീശി പട്ടേ പട്ടേ എന്നാണ് അടിക്കുന്നത്. അപ്പം എൻ്റെ നടക്ക അടി തിരിച്ച് കിട്ടും. ചെറുതായിട്ട് കിട്ടണോടത്ത് കിട്ടണം അല്ല അതിക്ക്. വേണം അതിക്ക് പറഞ്ഞു. ചെറുതായിട്ട് വാശിയുണ്ട് ഞങ്ങൾക്ക്. ഇതിങ്ങനെ കിട്ടിയാലേ മാറുള്ളൂ. അപ്പൊ നമ്മൾ പോയിട്ട് റെഡി ആയിട്ട് വരട്ടെ. ഇതാണ് കേട്ടോ ആദ്യയുടെ ഡ്രസ്സ്. ഭയങ്കര നൈസാണ്. നമുക്ക് കുറേ നാളായി ഇത് വാങ്ങിച്ചിട്ട്. അന്നൊന്നും പാകാവില്ലായിരുന്നു, ഇപ്പൊ അത് പാകാവെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ റെഡിയായി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ആദ്യം റെഡിയായിട്ട് ബാക്കിലിരിപ്പുണ്ട്. പിന്നെ ഇന്നത്തെ വെതറും നൈസായിട്ടുണ്ട്. സ്റ്റിൽ നമ്മൾ അത്ര ബെറ്റർ ആയിട്ടില്ലെങ്കിലും കുറച്ച് ബെറ്റർ ആയതിൻ്റെ ആശ്വാസത്തിൽ നമ്മൾ പുറത്തിറങ്ങി. പിന്നെ കുറച്ച് നല്ല ഫുഡ് കഴിക്കണം, അതാണ് മെയിൻ. ഫുഡ് കഴിച്ചാൽ തന്നെ പനി മാറും. ഞാൻ കുളിച്ചു, എനിക്ക് തല കുളിച്ചാലും അതെ തന്നെ നമ്മൾ മൈൻഡ് ഒന്ന് ബെറ്റർ ആയാലും നമ്മൾ കുറച്ചൊക്കെ ഹീലാവും. പക്ഷെ എല്ലാവരും നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുക, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർ. സ്റ്റിൽ പേടിയുണ്ട്. എന്ത് രസമാണല്ലോ ഇന്നത്തെ വെതർ അല്ലേ. വലിയ തണുപ്പില്ല, വലിയ ചൂടില്ല. സോ ഗൈസ്, നമ്മളിപ്പോ ഏകദേശം എത്താറായിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഫ്രണ്ട് ലൂട്ടനിൽ നിന്ന് വന്നത്. കാരണം ഇവര് വ്ലോഗ് എടുക്കുമ്പോ ഇവര് ഭയങ്കര ചമ്മലാണ്. എന്റെ അമ്മ എന്ത് കരച്ചിലാ. അതെ എന്തെങ്കിലുമൊക്കെ കാണിക്കടാ. ഇവനങ്ങ് കേറിയതും ഭയങ്കര ഒരു കരച്ചിലായി. ഓ മൈ ഗോഡ്. നമ്മളെത്തി. അതിനിടയ്ക്ക് നമ്മൾ കാർ വാഷ് ചെയ്തിട്ടാ. കാർ കുട്ടപ്പനാക്കി. അപ്പം ആദ്യം കാറും നല്ല മാച്ചിങ് ആണ്. തിളങ്ങണ്ട് കാർ ഇടുന്നത്. ആദ്യം അതിനിടയ്ക്ക് നല്ല കരച്ചിലായി പോയി. ഇവനെ കണ്ടിട്ടാണ് കരച്ചിൽ തുടങ്ങിയത്. ഇതാണ് ലൂട്ടൻ ഏരിയ. ആ ഒരു ഫാമിലി ചോയ്സ് എന്നാണ് നമ്മളെല്ലാം വാങ്ങിച്ചിരുന്നത് മുമ്പ്. ഇപ്പം അല്ല, ലൂട്ടനിലായിരുന്നപ്പോൾ. കീത്തു ആദ്യം കൂടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പുറത്തെ വീഡിയോസൊക്കെ എടുക്കാനൊന്നും പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഇതാണ് ഷോപ്പ് വരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഞങ്ങൾ തന്നെ ഇന്റീരിയറൊക്കെ അടിപൊളിയായിട്ട് കേട്ടോ. അടിപൊളി ഒരു നൈസ് റെസ്റ്റോറൻറ്റ്. സിമ്പിളാണ്, അത്യാവശ്യം സീറ്റിംഗ് ഉണ്ട്, അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് വേണം. നല്ല രസമായിട്ടുണ്ട് ചെയ്തച്ചാൽ. അത് അപ്പോൾ അകത്ത വിഷ്വൽസ് ഞാൻ കാണിച്ചു കേട്ടോ. ഷോപ്പ് ചെയ്യണ്ട കീത്തു. സെറ്റിങ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഷോപ്പ് വരുന്നത്. ഇവിടെ ഇങ്ങനെയൊക്കെ ആദ്യമൊക്കെ ആയാ. ആദ്യം ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്.
കീത്തിനോട് സെറ്റാക്കിയിട്ടുണ്ട്. ഇത് നൈസാട്ടാ. അതന്നെ, അതായത് ഫുൾ ഏരിയ യൂസ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല കൊച്ചുങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പം ഞാൻ അവിടെ ഇരിക്കുകയാണെങ്കിൽ കൊച്ചിനോട് കിടത്താം. ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇരിക്കാം. എന്ത് സ്റ്റാർട്ടേഴ്സ് ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് കിട്ടുന്ന സാധനം കിട്ടത് അല്ലേ? സോ ഗായ്സ്, നമ്മളിപ്പോൾ ബാക്ക് ടു ബെഡ്ഫോർഡിലേക്ക് പോകുന്ന വഴിയാണ്. നമ്മളിപ്പോൾ ഒരു കുറച്ച് നമ്മളുടെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു. ആദ്യം അങ്ങനെ വന്ന് ജസ്റ്റ് ഒരു ഹായ് ബൈ പറയാനേ പറ്റുള്ളൂ. കാരണം ആള് കുറച്ച് കഴിഞ്ഞാൽ വരണ്ട. ഇപ്പോൾ ഏകദേശം ഇവിടെ ഒരു 10:30 അപ്പോൾ അവൻ കിടക്കുന്ന നേരമൊക്കെ ആയി. എനിവേ, നമ്മൾ ഫസ്റ്റ് ടൈമാണ് ആ റെസ്റ്റോറൻറ്റിൽ പോകുന്നത്. ഫുഡ് വാസ് അമേസിങ്. ആംബിയൻസ്, സർവീസ് 10 out of 10 കൊടുക്കാം. സർവീസ് എല്ലാം അടിപൊളിയായിരുന്നു. കാരണം എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മുടെ കേസിലല്ല, നമ്മളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ശരിക്കും നമ്മുടെ വീഡിയോ എടുക്കാൻ വന്നുകൊണ്ട് ചിലപ്പോൾ നമ്മളെ നന്നായിട്ട് സർവീസ് ചെയ്യും. പക്ഷെ വന്ന ഗസ്റ്റിനെ നീ നോക്കിയതാ, ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. വന്ന ഗസ്റ്റിനെയും അതേപോലെ തന്നെയാണ് അവര് സർവീസ് പ്രൊവൈഡ് ചെയ്യണത്. സോ ലൂട്ടണില് നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിട്ട് മാറും ഇത്. എക്സാക്ട്ലി. പിന്നെ ഫുഡ് പ്രൈസ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസ് കാര്യങ്ങളൊക്കെയാണ്. ഓവറോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് അവിടുത്തെ ആംബിയൻസും ഒക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. ഒരു അറബിക് ടച്ചൊക്കെ തരുന്നത് നല്ലതായിരുന്നു. എൻറ്റയർലി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഒത്തിരി ഒന്നും കഴിച്ചില്ല. നമ്മൾ കുറച്ച് പാഴ്സൽ കാര്യങ്ങളൊക്കെ എടുത്തു. പനി മാറിയിട്ടുള്ളൂ, പനി മാറിയോണ്ട് അധികം കഴിക്കാനും പറ്റില്ല. എനിക്ക് തൊണ്ട വേദന എടുത്തിട്ട് ഒരു രക്ഷയില്ല. കാരണം രാത്രി ആകുമ്പോഴാണ് ഈ അസുഖങ്ങളൊക്കെ ഇച്ചിരി ഒന്ന് കൂടുന്നത്. സോ എനിവേ, നമ്മളുടെ ഇന്നത്തെ ഒരു ഡേ അങ്ങനെ സക്സസ്ഫുള്ളി വൈൻഡപ്പ് ചെയ്യാണ്. റോഡ് ബ്ലോക്കാണ്, റോഡ് ക്ലോസ്. എന്താ കാണിക്കുന്നേ? അപ്പൊ ഇങ്ങനെ പോവും. ഓക്കെ, വളച്ച് പോവാണ് നമ്മള്. നാളെ എനിക്ക് ഷിഫ്റ്റ് ഉണ്ട്. കാരണം ഇത്രയും ദിവസം ലാസ്റ്റ് സൺഡേ ആണ് ഞാൻ പോയത്. എനിക്ക് മൺഡേ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ സിക്ക് വിളിച്ചു. അങ്ങനെ ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് പോവാണ് ഞാൻ. നാളെ എനിക്കുണ്ട് നൈറ്റ്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം, അല്ല ഗീതു? യെസ്. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് കുറച്ച് നല്ല കമൻസ് കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. എല്ലാവർക്കും വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ കുറച്ചും കൂടി നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതാണ്. ബൈ ബൈ.